ഇവിടെയാണ് വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കിയത്. ട്രാവൽ ടാഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ക്ലീറ്റസ്. ഫോർട്ട് കൊച്ചിയെക്കുറിച്ചുള്ള കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ കുറേ സ്മാരകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് സ്മാരകങ്ങൾ കൂടി ഉണ്ട്. അതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ വിദേശികൾ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് ഇവിടുത്തെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഫോർട്ട് കൊച്ചി തങ്ങളുടെ ആസ്ഥാനമായതോടുകൂടി ആരാധനയ്ക്കായി പള്ളിയും സ്ഥാപിക്കപ്പെട്ടു. പോർച്ചുഗീസ് സംഘത്തെ നയിച്ച പെഡ്രോ ആൾവാർ കബ്രാളിൻ്റെ നേതൃത്വത്തിലാണ് ഈ പള്ളി പണികഴിപ്പിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്നു. അക്കാലത്തെ വാസ്തുശില്പ ശൈലിക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ കാണുന്ന പള്ളിയുടെ ഉണ്ടായിട്ടുള്ളത്. ഡച്ച് അധിനിവേശ കാലത്ത് വളരെയധികം കേടുപാടുകൾ ഈ പള്ളിക്ക് സംഭവിച്ചതായി കാണുന്നു. AD 1503 പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന അൽഫോൻസ് അൽ ബുക്കർക്കിനെ അന്നത്തെ കൊച്ചി രാജാവ് കനിഞ്ഞ് അരുളിയതാണ് കോട്ട കെട്ടാനുള്ള അനുവാദം. ആ കോട്ടയോടൊപ്പം ആരാധനയ്ക്കായി അവർ ഒരു പള്ളിയും പണിതുയർത്തി. സെൻറ്റ് ബർത്തലോമിയുടെ നാമത്തിൽ തുടങ്ങിയ ഈ പള്ളി തടിയിലാണ് ആദ്യം പണിതിരുന്നത്. പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയുടെ കാലത്ത് അത് വെട്ടുകല്ലും സുർക്കിയും ഉപയോഗിച്ച് പുതുക്കി പണിയുകയായിരുന്നു. 1516 ആകുമ്പോഴേക്കും പണി പൂർത്തിയാകുകയും സെൻറ്റ് ആൻ്റണിക്കായി സമർപ്പിക്കുകയും ചെയ്തു. വാസ്കോ ഡ ഗാമയുടെ രണ്ടാമത്തെ വരവ് 1524 ആയിരുന്നു. ആ വർഷം തന്നെ അദ്ദേഹം ഇവിടെ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തെ അടക്കം ചെയ്ത് ഈ പള്ളിയിൽ വെച്ചായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം അദ്ദേഹത്തിൻ്റെ മകൻ ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. ഇവിടെയാണ് വാസ്കോ ഡ ഗാമയെ ആദ്യം അടക്കിയത്. വാസ്തുശില്പശൈലിയിൽ പോർച്ചുഗീസ് സ്വാധീനവും ഡച്ച് സ്വാധീനവും പ്രകടമാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് അഭിമുഖമായി നിൽക്കുന്ന ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ശില്പഭംഗി തന്നെയാണ്. മനോഹരമായ കൊത്തുപണികളോടുകൂടിയ മദ്ബഹയും സീലിംഗിലും ഉള്ള പെയിൻറ്റിങ്ങുകളും ആകർഷകമാണ്. ഭിത്തിയുടെ വശങ്ങളിലെല്ലാം അനേക സ്മാരകശിലകൾ പതിപ്പിച്ചിരിക്കുന്നത് മറ്റ് പള്ളികളിൽ നിന്നും വേറിട്ട കാഴ്ചയാണ്. 1663 പോർച്ചുഗീസുകാരുടെ പിന്മാറ്റത്തോടുകൂടി പള്ളിയും ഡച്ചുകാരുടെ സ്വാധീനത്തിലായി. വളരെയധികം മാറ്റങ്ങൾ ഇക്കാലത്ത് ഡച്ചുകാർ ഇവിടെ വരുത്തി. 1795 ബ്രിട്ടീഷുകാർ ഫോർട്ട് കൊച്ചി കൈവശപ്പെടുത്തിയതോടുകൂടി ഈ പള്ളിയും ഡച്ചുകാർക്ക് നഷ്ടമായി. ഇന്നത്തെ ഫാനിന് പകരം കാറ്റ് കിട്ടാനുള്ള ഒരു മാർഗമാണ് ഈ ഉണ്ടാക്കിയിട്ടുള്ളത്. മരത്തിൻ്റെ ചട്ടക്കൂടിൽ കട്ടിയുള്ള തുണി പൊതിഞ്ഞുണ്ടാക്കിയ പങ്ക കാറ്റ് ലഭിക്കാൻ തക്കവണ്ണം ഊഞ്ഞാലാട്ടുന്ന രീതിയിൽ ആട്ടുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഊഞ്ഞാലാട്ടുന്ന ആളെ വിളിക്കുന്ന പേര് പങ്കപ്പുള്ളർ എന്നായിരുന്നു. ഇന്ന് CSIയുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ പള്ളി. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടവും പള്ളിക്കുണ്ട്. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ദുഃഖപ്രതീകമായ സ്മാരകമാണിത്. യുദ്ധത്തിൽ മരിച്ച 11 സൈനികരുടെ പേരുകൾ ഈ യുദ്ധസ്മാരകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വാസ്കോ ഡ ഗാമ സ്ക്വയറിന് സമീപം കടലിനരികിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ നങ്കൂരം CSD ലോർഡ് വില്ലിംഗ്ടൺ എന്ന മണ്ണുമാന്തി കപ്പലിൻ്റേതാണ്. ബ്രിട്ടീഷ് മറൈൻ എഞ്ചിനീയർ സർ റോബർട്ട് ബ്രിസ്റ്റോയാണ് അതിനെ കൊച്ചി രൂപകൽപ്പന ചെയ്തത്. 1920 ഏപ്രിൽ 13 കൊച്ചിയിലെത്തിയ റോബർട്ട് ബ്രിസ്റ്റോ വിഭാവനം ചെയ്ത കായലിൽ ദ്വീപ് സൃഷ്ടിച്ച് അവിടെ ആധുനിക തുറമുഖം ഉണ്ടാക്കുക എന്ന പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി മുഖ്യ പങ്കുവഹിച്ച മണ്ണുമാന്തി കപ്പലാണ് ലോർഡ് വില്ലിംഗ്ടൺ. കായലിൽ വില്ലിംഗ്ടൺ ഐലൻഡ് സൃഷ്ടിക്കപ്പെട്ടു. ഇന്ത്യയിൽ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ്. UK-യിൽ 1926 നിർമ്മിച്ച മണ്ണുമാന്തി കപ്പൽ പ്രതിദിനം 20 മണിക്കൂർ പ്രവർത്തിച്ചാണ് വില്ലിംഗ്ടൺ ഐലൻഡ് നിർമ്മിച്ചത്. 52 കൊല്ലത്തെ സേവനത്തിന് ശേഷം 1978 ലോർഡ് വില്ലിംഗ്ടൺ മണ്ണുമാന്തി കപ്പൽ അറബിക്കടലിൽ തുറമുഖത്തിൻ്റെ പുറം ചാനലിൽ മുങ്ങി. ബ്രിട്ടീഷ് കൊച്ചിയിൽ അക്കാലത്ത് എല്ലാത്തരം വ്യവസായങ്ങൾ ചെയ്യുന്നതും വിദേശ കമ്പനികളായിരുന്നു. ബ്രിട്ടീഷുകാർ കൊച്ചിയുടെ തീരങ്ങളിൽ തദ്ദേശീയർക്ക് ഒരു കമ്പനി പോലും പണിയാൻ അനുവദിച്ചില്ല.
കേരളത്തിൻ്റെ സമ്പത്ത് ഊറ്റിയെടുത്ത് വിദേശത്തേക്ക് അയക്കുക എന്നായിരുന്നു ഈ കമ്പനികളുടെ പ്രധാന ലക്ഷ്യം. ഈ അവസ്ഥയിലാണ് തദ്ദേശീയനായ ഒരാൾ കൊച്ചിയിലൊരു കപ്പൽ നിർമ്മിക്കുന്നു. ചന്ദ്രഭാനു എന്ന കപ്പൽ നീറ്റിലിറക്കി. എന്നാൽ ബ്രിട്ടീഷുകാർ അതിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യാൻ അനുവദിച്ചില്ല. നിയമപ്രശ്നം മൂലം കടലിൽ ഇറക്കാനാവാതെ ഓലമേഞ്ഞ ഷെഡിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ചന്ദ്രഭാനു. 1889 ജനുവരി 4 ഈ ചന്ദ്രഭാനുവിൽ തീ പടരാൻ തുടങ്ങി. ദിവസങ്ങൾ നീണ്ട തീപിടുത്തത്തിൽ മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും പാർപ്പിടങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളും ഗോഡൗണുകളും ഉൾപ്പെടെ 300-ൽ പരം കെട്ടിടങ്ങൾ കത്തിച്ചാമ്പലായി. ഈ സംഭവത്തെ ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ എന്നാണ് ബ്രിട്ടീഷുകാർ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ J.E. വിംഗ്ലർ മുൻകൈയെടുത്ത് 1890-ൽ സ്ഥാപിച്ചതാണ് തീപിടുത്തത്തിൻ്റെ ഈ സ്മാരക തൂൺ. കുറച്ചും കൂടി നടന്നാൽ ഈ ബോയിലറുകൾ കാണാം. വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചി തുറമുഖത്തെ ഡ്രൈ ഡോക്കിൻ്റെ ക്രെയിനുകളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സ്റ്റീം ബോയിലറുകൾ. 1956 മുതൽ 20 കൊല്ലം ഉപയോഗിച്ച ബോയിലറുകളാണിവ. മരവും കൽക്കരിയുമാണ് ഈ ബോയിലറുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഇന്ധനം. ഇവിടുന്ന് കുറച്ചുകൂടി നടന്നാൽ കാണുന്ന ഇത് ഇമ്മാനുവൽ കോട്ടയുടെ അവശിഷ്ടങ്ങളും ബാസ്റ്റ്യനുകളുമാണ്. ഫോർട്ട് കൊച്ചിയിലെ പ്രധാന സ്മാരകങ്ങളെല്ലാം നമ്മളപ്പോൾ കണ്ടു കഴിഞ്ഞു. 3 എപ്പിസോഡുകളിലായി ഫോർട്ട് കൊച്ചിയെക്കുറിച്ചുള്ള വീഡിയോകൾ ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക.